മോളെ, എന്റെ മോൻ വണ്ടിയിടിച്ച് ആസ്പത്രിയിലാണ്. 10 ലക്ഷം രൂപ ഓപ്പറേഷത്തിന് വേണം. എന്തെങ്കിലും തന്ന് സഹായിക്കൂ. എന്തേലും തരാനില്ല മോളെ, ഞാൻ കാല് പിടിക്കാം. എന്തെങ്കിലും താ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സമയത്ത് പണത്തിന് മനുഷ്യൻ്റെ ജീവനേക്കാൾ വിലയുണ്ട് എന്ന് അറിയുന്ന ഒരു വീഡിയോസാണ് കേട്ടോ. വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ചെയ്തതാണ്, റീൽസിന് വേണ്ടി ചെയ്ത വീഡിയോസ് ആണെങ്കിലും ഒരുപാട് സങ്കടപ്പെട്ടൊരു വീഡിയോസായിപ്പോയി. കാരണം എന്താ പറയുക, നമ്മൾ ചില ആൾക്കാർക്ക് നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കും പ്രശ്നമല്ല, നല്ല ലോയിൽ നിൽക്കുന്ന ആൾക്കാർക്കും പ്രശ്നമില്ല, അതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. കാരണം നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം അത്യാവശ്യം വീടുണ്ടാവും, വണ്ടി ഉണ്ടാവും, പക്ഷെ അവരെ ഉള്ളിലത്തെ അവസ്ഥയും കാര്യങ്ങളും ആർക്കും അറിയില്ല. അതിന് വേണ്ടിയിട്ട് പാവപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, സംഘടനകളായിട്ടും ചാരിറ്റി ആയിട്ടും എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു മിഡിൽ ഈസ്റ്റിൽ ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം ഒരു വീടോ കാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ അവരെ ഉള്ളിലത്തെ അവസ്ഥ ചിലപ്പോൾ അവർക്ക് റേഷൻ വാങ്ങാൻ പോലും വകുപ്പില്ലാതെ നിൽക്കുന്ന ആൾക്കാരാക്കാരം. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഞാൻ പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വരുന്നുണ്ട്. ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ വിഷയമല്ല. അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടപ്പെട്ടൊരു വീഡിയോസാണ്. കണ്ടു നോക്കി, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യട്ടോ. മോളെ, എന്റെ മോൻ വണ്ടിയിടിച്ച് ആസ്പത്രിയിലാണ്. 10 ലക്ഷം രൂപ ഓപ്പറേഷത്തിന് വേണം. എന്തെങ്കിലും തന്ന് സഹായിക്കൂ. എന്തേലും തരാനില്ല മോളെ, ഞാൻ കാല് പിടിക്കാം. എന്തെങ്കിലും താ. ഒരു മാസം കഷ്ടില്ലോടാ. എടാ, ഞാനിപ്പോ വിളിക്കാട്ടോ നിന്നാ. എന്തേലും ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങ ചെല്ലി. എടി, ആരാണ് നിന്നോടെന്താ ചോദിച്ചു? അത് അവരുടെ മോനെ ആക്സിഡന്റ് ആയി, അപ്പൊ എന്തെങ്കിലും സഹായം കിട്ടുമെന്നറിയാൻ വന്നാണ്. അപ്പൊ നിനക്ക് എന്നെ വിളിച്ചാൽ മതിയായിരുന്നില്ല, ഞാൻ എന്തെങ്കിലും കൊടുക്കൂലേ? ചേട്ടൻ ഗൾഫിലായതുകൊണ്ട് അറിയാനിട്ടാണ്. അവരപ്പുറത്ത് 1 വർഷം മുമ്പ് വാടകയ്ക്ക് വന്ന അമ്മയും മോനുമാണ്. 3 മാസം മുമ്പ് അവരുടെ മോനൊരു ആക്സിഡന്റ് പറ്റി. ഡോക്ടർമാര് പറഞ്ഞ എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണം, 10 ലക്ഷം രൂപ കെട്ടിവെക്കാൻ. അവരെവിടേക്കോ അലഞ്ഞെറിഞ്ഞ് കുറച്ച് പൈസയായിട്ട് ചെന്നപ്പോഴേക്കോ അവരുടെ മോൻ മരിച്ചു. അതിനുശേഷം ആകെ മാനസികമായിട്ട് തകർന്നു. അപ്പൊ ആരെ കണ്ടുകഴിഞ്ഞാലും മോന്റെ ഓപ്പറേഷന് വേണ്ടി പൈസ ചോദിക്കും. പറഞ്ഞ സമയത്ത് പൈസ കെട്ടിവെക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വൈകിപ്പിച്ചത്. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും അവരുടെ മോൻ ജീവനോടെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ അങ്ങനെ പൈസക്ക് ചിലപ്പോ ജീവന്റെ വിലയുണ്ടാകും. ഇതൊരു റീൽസിന് വേണ്ടി ചെയ്തതാണെങ്കിലും കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഒരു ചിന്തിക്കാനുള്ള ഒരു സംഭവമാണ്. കാരണം ചില സമയത്ത് ഓരോ വ്യക്തികളെ ക്യാഷ് ചോദിച്ച് വരുമ്പോൾ നമ്മളെന്താ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ കയ്യിലുള്ള എന്താ വെച്ചാൽ അത് കൊടുക്കുക. നമ്മളെ കയ്യിലുണ്ടാവില്ല, പക്ഷെ ഉള്ളത് എന്താ വെച്ചാൽ കൊടുക്കുക. പക്ഷേ 10 ലക്ഷം 5 ലക്ഷം ഒന്നും നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയില്ല. എന്തിനു പറയുന്നത്, ചില സമയത്ത് നമ്മളെ കയ്യിലൊരു 10 രൂപ പോലും എടുക്കാനുണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിലെ ആൾക്കാർ. നമ്മളൊക്കെ അങ്ങനത്തെ സിറ്റുവേഷനിലെ ആൾക്കാരാണ്. എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, സാലറി കിട്ടണത് ആ പോണെങ്കിൽ ഏതെങ്കിലും വൈക്കുന്ന പറയണ മാതിരി പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പം എന്താ പറയുക, സങ്കടമായി. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ.